കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. எனக்கு நெஞ்சுக்குள்ளே கிறுக்கு உன்மேலேதோ இருக்கு சொல்லென்னே இஷ்டமா. ഓഹോ ഇച്ചിലെന്താ പാട്ടും ഡാൻസൊക്കെ അതാവുമ്പോ നല്ല പരിപാടിയല്ലേ. അപ്പോണോ ദോശ ഉണ്ടാക്കിയത്? അത് ആയി വന്നപ്പോ അത് അങ്ങനെയായി. എന്തുപറ്റി പാട്ടും ഡാൻസൊക്കെ? പാട്ടും ഡാൻസും ചെയ്തില്ലെങ്കിലേ ഒരു ജോലിഭാരം ഫീൽ ചെയ്യും. ഇതാകുമ്പോ കുറച്ച് ഫണ്ണാണ്, നമുക്ക് റിലാക്സ്ഡ് ആണ്. പണ്ടത്തെ അമ്മമാർക്ക് ഈ പരിപാടി അറിയില്ലായിരുന്നു തോന്നുന്നുണ്ട്. പണ്ടത്തെ അമ്മമാർക്കേ തിരുവാതിര മാത്രമേ അറിയാൻ പാടില്ലായിരുന്നുള്ളൂ. ഈ തിരുവാതിരയും കളിച്ചോണ്ട് കുക്കിംഗ് ചെയ്യാന്ന് വെച്ചാൽ ഇത്തിരി പാടാണ്. എന്തോരം അമ്മമാരുടെ ജീവിതം അല്ലേ അടുക്കളയിൽ എരിഞ്ഞ് തീരണ. പിന്നെ അമ്മ ഞാനും അടുക്കളയിൽ നിന്ന് അടുക്കള ജീവിയാവോ? നിനക്ക് പഠിക്കാൻ മടിയായിട്ടല്ലേ നീ അടുക്കളയിൽ ഇങ്ങനെ അടയിരിക്കണത്, അല്ലാണ്ട് വേറെ ആരുടെ കുറ്റമൊന്നും അല്ലല്ലോ. ആഹാ, അമ്മേനെ അടുക്കളയിൽ സഹായിക്കാൻ ഒരു സഹായത്തിന് വേണ്ടി വന്നപ്പോഴത്തേക്കും അത് കുറ്റമായ. എന്റെ തലയെ കൊണ്ടേ വെക്കണ്ട കേട്ടാ, അതങ്ങ് സ്വയം ഏറ്റെടുത്താ മതി. അമ്മ ഞാനിപ്പോ വരാവേ, എന്റെ ഫോൺ അവിടെ ഇരിക്കുകയാണ്. സിദ്ധു വിളിച്ചോ ഇല്ലയോന്ന് അറിയാൻ പാടില്ല. ഇത് ദോശയാണ്, അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു പരുവല്ല. എന്റെ പൊന്നെ, ആ നോക്കിയടാ, ഒരുത്തി ദോശ ഉണ്ടാക്കിയതാണ്. ഇതെന്തത്? എനിക്കറിയില്ല ഇതെന്താന്ന്. അവിടെ ഞാൻ പറയണേക്ക് പറ. അതെ, ഇന്ന് ഓഫീസിൽ പാർട്ടി ഉണ്ട് കേട്ടാ. പാർട്ടിയാ? എപ്പോ? വൈകിട്ട്. എന്തിന്റെ പാർട്ടി? അത് വേറൊന്നല്ല, ഇപ്പൊ ബ്രാഞ്ച് തുടങ്ങിയിട്ട് ഇന്നേക്ക് 15 വർഷമായി. ഓ, MD ഒക്കെ വരുന്നുണ്ട്. ആണോ? ആ, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ബിസിനസ് പിടിച്ച ബ്രാഞ്ച് ഞങ്ങളുടെയാണ്, അതും സൗത്ത് ഇന്ത്യൻ സൈഡിലുള്ള. വെരി ഗുഡ്. താങ്ക് യു. പിന്നെ മാനേജറിന് എന്തോ ഗിഫ്റ്റ് കമ്പനി കൊടുക്കണ്ടോ? ആ, ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, സർപ്രൈസ് ഗിഫ്റ്റ്. അതുപോലെ തന്നെ ടീം ലീഡറിനും കിട്ടും. പിന്നെ എന്നെ മിക്കവാറും അനുമോദിക്കാൻ ചാൻസ് ഉണ്ട്. ആണോ? അതെന്തായാലും നന്നായി. അതെ. പിന്നെ അപ്പൊ ഇന്ന് ഓഫീസില്ലേ? ഓഫീസ് ഉണ്ട്, പക്ഷെ ഇന്ന് വർക്കിംഗ് ഡേ അല്ല, ബിസിനസ് ഒന്നുമില്ല. എല്ലാവരും കറക്റ്റ് ഉച്ചയ്ക്ക് എത്തും, സ്റ്റാഫ്സ് എല്ലാവരും, സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെ. ഇന്ന് ഒരു വേർതിരില്ല, എന്നാൽ എല്ലാവരും അടിച്ചു പൊളിക്കും. MD കൂടി വന്നു കഴിഞ്ഞാൽ പൊളിക്കും. കുറച്ച് ഡാൻസ് ഒക്കെ കാണിച്ചിട്ട് ഷോ കാണിക്കണം. കുറെ പേർക്ക് അറിയില്ലല്ലോ സ്കിൽസും കാര്യങ്ങളൊക്കെ. അതെ, സ്റ്റാർ ആവാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കില്ല. അതൊപ്പറ്റും പാഴാക്കില്ല. അമ്മ, പിന്നെ ശരിക്കും പറഞ്ഞ വേറൊരു കാര്യം കൂടി പറയാനാണ് ഞാൻ വന്നത്. എന്ത് കാര്യം? അത് വേറൊന്നല്ല, ഈ നമ്മുടെ പാർട്ടിയിലെ അവിടെ ഹോട്ടുണ്ട്. കോട്ടോ? ഹോട്ടുമ്മ ലിക്കർ. അപ്പൊ സുരേഷ് ചേട്ടനും ടീം ലീഡറും എൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ ലിക്കർ ഹോട്ട് അടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ അടിക്കാറില്ല, എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്തോ പോലെയായി. അപ്പൊ അവര് ചോദിച്ചടേ ബിയറെങ്കിലും അടിക്കുമോ? എൻ്റെ പൊന്നെ, ബിയർ ഒഴിക്കെ അടിച്ചിട്ട് വീട്ടിൽ വന്നതിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല ഞാൻ പറഞ്ഞു. എനിക്കൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവരിങ്ങനെ കുറെ ചോദിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു ഒരു ബിയർ അടിക്കണേന് കുഴപ്പമില്ലല്ലോ അല്ലേ? അല്ല, അമ്മയുടെ വിത്ത് യുവർ പെർമിഷൻ, അമ്മയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. ഒരു ബിയറല്ല, കുഴപ്പമില്ല, അമ്മയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ. അല്ല, നിന്റെ ഇഷ്ടം പോലെ. അത് മതി, അത് കേട്ടാ മതി. ആഹാ, അമ്മ ഇവിടെ ഒന്ന് ചെയ്യാണോ? ഇത് ഞാൻ ചെയ്യാം. അമ്മ പോയി ചോറ് വെക്ക്. അരി അടപ്പത്തിട്ടുണ്ട്, ഓ അവിടെ പോയി നോക്ക്. എന്നാ പിന്നെ നമുക്ക് ഇത് അടുക്കളയിൽ പോയി ചെയ്യാന്ന് വാന്ന്. ഞാൻ ചെയ്തോളാം, നീ അങ്ങോട്ട് പോ. അമ്മ ഇന്ന് എന്തൊക്കെ കറി ഉണ്ടാക്കാനാ പ്ലാൻ ചെയ്യണേ? ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യാനാ? ഇത്രയും കാലം അടുക്കള കിടന്ന് ഇറങ്ങിയിട്ട് ഒന്നും തന്നെ ചെയ്യാൻ അറിയില്ലേ? ഒന്നും പഠിച്ചില്ല ഇത്രയും കാലമായിട്ട്. പോയി ചെയ്. അമ്മ എന്തിനാ അമ്മ ചൂടാവണേ? എനിക്കെന്താ ചൂടാവാൻ പാടില്ലേ? അമ്മ എന്തുറ്റമ്മ, ഇത് പ്രശ്നം എന്തമ്മ? നിന്റെ ചേട്ടനെ ഓഫീസിലെ പാർട്ടി, അവൻ ബിയർ കുടിക്കാൻ പോണെന്ന്. ബിയർ കുടിക്കാൻ പോണെന്ന് അവൻ. എന്നിട്ട് പെർമിഷൻ കൊടുത്താ? പിന്നെ ചോദിച്ചാ പിന്നെ കൊടുക്കണ്ടേ? ആഹാ, അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. ചേട്ടൻ വരട്ടെ, ഞാൻ ചോദിക്കാം ചേട്ടൻ അടുത്ത്. ഇത് ആരോടെങ്കിലും പറയുകയോ ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, കൊല്ലു ഞാൻ. ആരെ കൊല്ലാനും പറയണത്? ആരെ കൊല്ലണാരും പറയണത്? കൊല്ലണ കാര്യോ? ഞാൻ കേട്ടോ വന്നല്ലേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഇവിടെ. എന്താടാ എന്തോ കുഴപ്പം ഒന്നുമില്ലല്ലോ. എടാ, ഞാൻ കേട്ടോണ്ട് വന്നല്ലേ ഇവിടെ. ആരെ കൊല്ലാൻ പറയണേ? ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കും. അച്ഛാ, ഇവിടെ പ്രശ്നമില്ലെന്ന്. പ്രശ്നമില്ലേ? പ്രശ്നം ഇല്ലാന്നൊന്നും പറയണ്ട, പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ അത് അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റൂല. അതെന്താ എന്റെ അടുത്ത് പറഞ്ഞ കുഴപ്പം? അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ പിന്നെ പ്രശ്നം വേറെ ലെവലാവൂല, അതുകൊണ്ട് അച്ഛാ നീ പറയണേ പറഞ്ഞു ഇവിടെ പറഞ്ഞു തൊലയ്ക്കാനാ? ഞാൻ വല്ല വിളിച്ചു പറയട്ടെ, പ്രശ്നം ഉണ്ടാക്കൂടെ? പറയമ്മ, പ്രശ്നം ഉണ്ടാക്കല്ലേ പറയും. പറ, എന്താണ്?
നിങ്ങളെ മോന് ആ. ഓഫീസിൽ പാർട്ടി. പാർട്ടിയാ? ആ, അവരുടെ ഇവിടുത്തെ ഓഫീസ് തുടങ്ങിയിട്ട് 15 വർഷമായി. അതിന്റെ പാർട്ടിയാണ്. അവിടെ ഇന്ന് MD ഒക്കെ വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ ആദരിക്കുന്നുണ്ട്, അവാർഡ് കൊടുക്കുന്നുണ്ട്, മൊമെന്റോസ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന് കുഴപ്പമില്ല, ഇത്രയേ ഉള്ള. അയ്യോ, ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, പുറത്തുനിന്ന് ഞാൻ ഗേറ്റിനെ വരുമ്പോൾ എനിക്കൊരു ഒരു അങ്കലപ്പാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ പോണടിച്ച് കാര്യം പറയുമ്പോൾ അപ്പൊ കാര്യമൊന്നും നീ പറയണ്ടല്ലോ. പറ, കാര്യം പറ. ഓഫീസിൽ പാർട്ടി ആയതുകൊണ്ട് ഇന്ന് അവിടെ മദ്യോ ബിയറോ എന്തൊക്കെ കൊടുക്കേണ്ടത്. ബിയർ മദ്യമാണല്ലോ. 12% ഉണ്ട്, 18% ആൽക്കോളുണ്ട്, 18% വരെ ആൽക്കോളുണ്ട്. എന്നാ അത്രയും ശതമാനം അവനകത്താക്കുന്നു. ആര്? നിങ്ങളെ മോൻ. അപ്പോൾ ആരടുത്ത് പറഞ്ഞു? എന്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നീ എന്ത് പറഞ്ഞു? അവന്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. അവൻ്റെ ഇഷ്ടമല്ല. അവന്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു.